തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്ത ബിജെപിയുടെ വിജയം ആഘോഷിക്കാൻ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്ന ഔദ്യോഗിക സ്വീകരണത്തിൽ നിന്ന് ശാസ്തമംഗലം കൗൺസിലറും മുൻ ഡിജിപിയുമായ ആർ ശ്രീലേഖ വിട്ടുനിൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപി കൗൺസിലർമാർക്കായി ഇന്ന് ഡൽഹിയിൽ ബിജെപി കേന്ദ്ര ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് കേരള എക്സ്പ്രസിൽ പുറപ്പെട്ട കൗൺസിലർമാരുടെ സംഘത്തിൽ ശ്രീലേഖയില്ല. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലേഖ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും അവസാന നിമിഷം വിമാനമാർഗം അവർ ഡൽഹിയിൽ എത്തുമോ എന്ന കാര്യത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. എന്നാൽ ഈ വിട്ടുനിൽക്കൽ കേവലം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ലെന്നും പാർട്ടി നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളുടെ തുടർച്ചയാണെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി ബിജെപി പിടിച്ചെടുത്തപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആർ ശ്രീലേഖയായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഉടനീളം സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ ഒരു മേയർ മുഖമായി ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഫലം വന്നതിന് പിന്നാലെ നടന്ന ചർച്ചകളിൽ അപ്രതീക്ഷിതമായി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനത്തിന് പിന്നാലെ ശ്രീലേഖ തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. വെറും കൗൺസിലറാകാൻ വേണ്ടിയല്ല ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, മേയർ ആക്കാമെന്ന ഉറപ്പിലായിരുന്നു സ്ഥാനാർത്ഥിയായത് എന്ന അവരുടെ തുറന്നു പറച്ചിൽ പാർട്ടിയെ ശരിക്കും പ്രതിരോധത്തിലാക്കി. രാഷ്ട്രീയത്തിൽ താൻ പുതിയതാണെന്നും എന്നാൽ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനെ എതിർത്ത് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ തനിക്ക് കഴിയില്ലെന്നുമുള്ള അവരുടെ വാക്കുകൾ വലിയ വിവാദമായിരുന്നു. കൗൺസിലറായി ചുമതലയേറ്റതിന് പിന്നാലെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തുമായി ശ്രീലേഖ നടത്തിയ ഓഫീസ് മുറി തർക്കവും ബിജെപിക്ക് തലവേദന ഉണ്ടാക്കിയിരുന്നു. ശാസ്തമംഗലം വാർഡ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന MLAയുടെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശ്രീലേഖ MLAയുടെ ബോർഡിന് മുകളിൽ തന്റെ പേര് വെച്ച ബോർഡ് സ്ഥാപിച്ചത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. പാർട്ടിയുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്ന് ഒരു വിഭാഗം ബിജെപി നേതാക്കൾ അന്ന് പരാതിപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്തെ ബിജെപി കൗൺസിലർമാർക്കായി രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ നിന്ന് ശ്രീലേഖ വിട്ടുനിന്നത് മറ്റൊരു സൂചനയായിരുന്നു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നടന്ന പൊതുപരിപാടിയിലും ശ്രീലേഖയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. വേദിയിൽ ഇരുന്നിട്ടും പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാനോ അടുത്തേക്ക് പോകാനോ അവർ തയ്യാറായില്ല. ഇതിനെക്കുറിച്ച് പിന്നീട് ശ്രീലേഖ വിശദീകരിച്ചത് താൻ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതിനാൽ ക്ഷണിക്കപ്പെടാതെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത് തന്റെ അച്ചടക്കത്തിന് ചേരില്ലെന്നുമാണ്. എന്നാൽ പ്രധാനമന്ത്രിയെ യാത്രയയക്കാൻ എത്തിയ നേതാക്കളുടെ കൂട്ടത്തിലും അവരില്ലായിരുന്നു എന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ തെളിവായി നിരീക്ഷകർ കാണുന്നു. ഭരണം കിട്ടിയ കോർപ്പറേഷനിലെ ഏറ്റവും പ്രമുഖയായ വനിതാ നേതാവ് തന്നെ ഇടഞ്ഞു നിൽക്കുന്നത് ബിജെപിക്ക് വലിയ ക്ഷീണമാണ്. സംസ്ഥാന നേതൃത്വത്തെ അവിശ്വസിക്കുന്ന ശ്രീലേഖ വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് നേരിട്ട് പരാതി നൽകാൻ സാധ്യതയുണ്ട്. ഡൽഹിയിലെ സ്വീകരണത്തിൽ പങ്കെടുക്കാത്തത് കേന്ദ്രത്തോടുള്ള അവജ്ഞയായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ അത് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയായേക്കാം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയെന്ന് അവകാശപ്പെടുമ്പോഴും തന്റെ വ്യക്തിത്വം പണയം വെക്കാൻ തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ശ്രീലേഖ. ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്ര ഒഴിവാക്കിയെങ്കിലും അവസാന നിമിഷം വിമാനത്തിൽ പറന്ന് അവർ സർപ്രൈസ് നൽകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.